ചില ആളുകളില്ലേ ഭയങ്കര ഡിഫെൻസീവ് ആയിരിക്കും ല്ലേ? നമ്മളെന്തേലും പറയുമ്പോഴേക്കും ഇങ്ങട് തർക്കുത്തരം പറയുന്നത് കേട്ടിട്ടില്ലേ? "എടാ നിനക്ക് സുഖാണോന്ന് ചോദിക്കുമ്പോ, "ഓ എനിക്ക് സുഖാണ്." അങ്ങനെയാണ് അവര് റിപ്ലൈ ചെയ്യാ അല്ലേ? അപ്പൊ അത് അവര് എല്ലാ സ്ഥലത്തും അങ്ങനെയായിരിക്കും. ഇപ്പൊ അമ്മ ചോദിക്കും ചെലപ്പോ "ചോറ് കഴിച്ചോന്ന്?" ചോദിക്കുമ്പോ ക്ക് ദേഷ്യം വരും. "എനിക്ക് തിരക്കായിരുന്നൂന്ന്" പറയും. ദേഷ്യം വേറെന്തോ ആണ്. ചെലപ്പോ ഊണ് കഴിക്കാൻ മറന്നുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ദേഷ്യായിരിക്കും. അപ്പൊ ഈ ഇംപോസ്റ്റർ സിൻഡ്രോം ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് ഇവർക്ക് തുറന്ന് സമ്മതിക്കാൻ മടിയാണ്. കാരണം അവര് വിചാരിക്ക ഞാനത് തുറന്ന് സമ്മതിച്ചാൽ ഞാൻ വീക്കാണെന്ന് മറ്റുള്ളവര് ധരിക്കും എന്നുള്ളൊരു സാധനാണ്. അപ്പൊ അവരുടെ തലയില് ബ്രെയിന് ഈ ഫീഡ്ബാക്കുകള് കൊടുക്കുന്നതിനെ ഒരു ഡേഞ്ചർ ആയിട്ടാണ് അവര് പെർസീവ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഡിഫെൻസീവ്നെസ് വരുമ്പഴ് അവര് തരുന്ന കെയറ് മറ്റുള്ളവര് തരുന്ന കെയറ് ഇവരെന്തായിട്ടാണ് വിചാരിക്കുന്നത്, ഇവര് ക്രിറ്റിസിസം ആയിട്ട് വിചാരിക്കും, വിമർശനായിട്ട് വിചാരിക്കും. അപ്പൊ അടുത്ത തവണ നിങ്ങക്കിങ്ങനെ ഡിഫെൻസീവ് ആകാൻ തോന്നുമ്പഴ് നിങ്ങളൊന്ന് പോസ് ചെയ്യാ, ഒന്ന് ബ്രീത്ത് ചെയ്യാ, എന്നിട്ട് കാര്യങ്ങള് വ്യക്തായിട്ട് മനസ്സിലാക്കുക. അവര് നിങ്ങളെ ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവര് നിങ്ങളെ വിമർശിക്കയല്ല ചെയ്യുന്നത് എന്നുള്ള സംഭവം. അപ്പൊ അത്രയും നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ, ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ബ്രെയിനിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാന് ഡിഫെൻസീവ്നെസ് കുറയും. അപ്പൊ ആളുകൾക്ക് കൂടുതൽ നിങ്ങളോടൊരു താല്പര്യവും ഇഷ്ടമൊക്കെ ഉണ്ടാവും.